ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് ഷോയിലേക്ക് സ്വാഗതം. തഗ് ലൈഫ് എന്ന പുതിയ തമിഴ് ചിത്രത്തിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. കമലഹാസനും മണിരത്നവും നായകൻ എന്ന ക്ലാസിക് സിനിമയ്ക്ക് ശേഷം ഒരുമിച്ച് ചേരുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവരോടൊപ്പം ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന വമ്പൻ പേരുകളാണ്. രവി കെ ചന്ദ്രനാണ് സിനിമാറ്റോഗ്രാഫി, ശ്രീകർ പ്രസാദാണ് എഡിറ്റിംഗ്, എ ആർ റഹ്മാനാണ് ഇതിൻ്റെ മ്യൂസിക്. ഇനി ഈ സിനിമയുടെ ഒരു വൺ ലൈനിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു 80കളിലെ ആണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. കഥാപശ്ചാത്തലം ഡൽഹിയാണ്. അവിടെ ഒരു വീട്ടിൽ വെച്ചിട്ട് രണ്ട് ഗ്യാങ്സ്റ്റർ ടീമുകൾ ഒന്ന് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഒത്തുചേരുവാണ്. അതിൽ ഒരു ഗ്യാങ്സ്റ്റർ ടീം പോലീസിൻ്റെ അടുത്ത് നേരത്തെ ഇൻഫോം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ വെച്ച് പോലീസും എതിർഭാഗത്തുള്ള ഗ്യാങ്സ്റ്റേഴ്സ് തമ്മിൽ ഒരു ഷൂട്ടൗട്ട് ഉണ്ടാകുന്നു. ഈ എതിർഭാഗത്തുള്ള ഗ്യാങ്സ്റ്റേഴ്സിലുള്ള ആൾക്കാരാണ് കമൽഹാസൻ, നാസർ, ജോജു തുടങ്ങിയവർ. അപ്പോൾ അവിടെ വെച്ച് ഈ ഷൂട്ടൗട്ടിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അവരെല്ലാം ഈ ഗ്യാങ്സ്റ്ററിലുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ട് പോകുന്നു. പക്ഷേ ഒരു സാധാരണക്കാരായ ന്യൂസ് പേപ്പർ ഉണ്ടെന്ന ഒരാൾ കൊല്ലപ്പെടുന്നു. അപ്പോൾ അയാൾക്ക് രണ്ട് കുഞ്ഞ് മക്കളാണ് അവിടെ ഉള്ളത്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അതിൽ ഈ ആൺകുട്ടിയെ കമലഹാസൻ കൊണ്ടുപോകുന്നു, കമലഹാസൻ വളർത്തുന്നു. പെൺകുട്ടിയെ അവിടെ വെച്ച് മിസ്സായി പോകുന്നു. അത് കഥയിൽ പിന്നീട് റിവീൽ ചെയ്യുന്നുണ്ട് ആരാണെന്നുള്ളത്. പിന്നീട് ഈ ക്യാരക്ടേഴ്സ്, ഈ കമലഹാസൻ്റെ ക്യാരക്ടർ പിന്നീട് വലിയ ഡോണായി മാറുന്നു. രംഗരായ ശക്തിവേൽ എന്ന് പറഞ്ഞ കഥാപാത്രം. ആ കൊച്ചു പയ്യൻ വലന്ന് അമർ എന്നുള്ള കഥാപാത്രമായി മാറുന്നു. അത് ചെയ്തിരിക്കുന്നത് ചിമ്പുവാണ്. പിന്നീട് ഇവർ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഈ ഒരു ഗാങ്സ്റ്റർ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഒരു സിനിമയുടെ ഒരു വൺ ലൈനും അപ്പുറം നമ്മളൊരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നുള്ള നിലയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 2.25 മണിക്കൂർ റൺ ടൈം ഉള്ള സിനിമയാണ്. അപ്പോൾ ഇൻ്റർവെലും കൂടി ചേർത്ത് 3 മണിക്കൂറിനോളം അടുപ്പിച്ച് ഈ പടം ഉണ്ടാവും. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഞാൻ പറഞ്ഞ കുറച്ച് സീനുണ്ട്, ഈ പോലീസ് എൻകൗണ്ടറും മറ്റു കാര്യങ്ങളൊക്കെ, അത് കിടിലമായിട്ട് എടുക്കുകയും നമുക്ക് നല്ലൊരു ഫീൽ വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് വളരെ ബ്ലാൻഡായിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കുറേ ക്യാരക്ടേഴ്സ് വരുന്നു, അവരത് സംസാരിക്കുന്നു. നമുക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു വിഷ്വലോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സീക്വൻസുകളോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ പ്ലേയോ ഒന്നും തന്നെയില്ല. വളരെ പ്ലെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുള്ള കഥയും കഥാപാത്രങ്ങളുമാണ്. അപ്പോൾ അതിങ്ങനെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഫസ്റ്റ് ഹാഫിന് ഇൻ്റർവൽ പഞ്ച് കൊള്ളാം, ഭയങ്കരമായ പഞ്ചൊന്നുമല്ല, പക്ഷെ കൊള്ളാം, നമുക്ക് പ്രതീക്ഷിക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ദെൻ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫാണ്. കാര്യം ഒരുപാട് ക്യാരക്ടേഴ്സ് പ്ലേയിൽ വരുന്നുണ്ട്, അവരുടെ ഒരു ആർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട്, നല്ല ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ച് പാക്ഡാണ്, കുറച്ച് നല്ല പെർഫോമൻസുകളുണ്ട്. കമലഹാസൻ്റെ ഗംഭീരമായിട്ടുള്ള കുറച്ച് സീനുകളെല്ലാം വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. പിന്നെ അശോക് സെൽവൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, അത് നല്ലൊരു എൻട്രി ഉണ്ട് ആ സെക്കൻഡ് ഹാഫിൽ. അങ്ങനെ ഓൾ ഓവർ നല്ല പെർഫോമൻസുകൾ നിറഞ്ഞ ഒരു വാച്ചബിൾ അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു ബിലോ ആവറേജ് ഫസ്റ്റ് ഹാഫാണ്. ഇനി ഇതിൻ്റെ ഒരു പെർഫോമൻസ്, ഇതിൽ പിന്നെ ആക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയെ ആദ്യം തൊട്ട് അവസാനം വരെ തോളിൽ കൊണ്ടു നടക്കുന്ന ആൾ കമലഹാസനാണ്. ഗംഭീര പെർഫോമൻസാണ്. ഗംഭീരം പെർഫോമൻസ്. ഓരോ സീനിലും പുള്ളി ഇടുന്നൊരു ഇമോഷൻ, ആ വോയിസ് മോഡുലേഷൻ, ആ സീനിലുള്ള പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ ഭയങ്കരമായ, എന്ന് വെച്ചാൽ ഈ ഉലകനായകൻ എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രൈം എക്സാമ്പിളാണ് ഇതുപോലുള്ള സിനിമകൾ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഹാഫിലൊരു സീനുണ്ട്, രണ്ട് ക്യാരക്ടേഴ്സ്, രണ്ട് സീനാണ്. ഒന്ന് ചിമ്പുവും തൃശ്ശയും വരുന്നൊരു സീൻ ബീച്ച് വെച്ചിട്ടാണ്, ഒന്ന് കമലഹാസനും അഭിരാമിയും വരുന്നൊരു സീൻ ബീച്ച് വെച്ചിട്ടാണ്. ഏതാണ്ട് സമാന സ്വഭാവമുള്ള ഒരു സീനാണത്. ഈ സീനുകൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കമലഹാസൻ എന്ന് പറയുന്ന ഒരു ആക്ടറുടെ റേഞ്ച് എന്തുമാത്രമാണെന്ന്. അത്ര ഗംഭീരമായിട്ട് പുള്ളി ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പുള്ളി ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ആക്ഷൻ സീക്വൻസുകൾ ചെയ്തിരിക്കുന്നത് ഈ പടത്തിലാണ്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിട്ട് വന്നിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ കയറി പ്രഡിക്റ്റബിളായിട്ടുള്ള ലൈനിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഇത് അവർ പീക്ക് കൊട്ടിക്കയറ്റാൻ നോക്കിയാൽ നമുക്ക് ആ ഒരു കൊട്ടിക്കയറ്റാൻ അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. അതാണ് ഇതിൻ്റെ അകത്തൊരു മെയിൻ, ഈ സിനിമയെ സംബന്ധിച്ചൊരു മെയിൻ പോരായ്മ പറ്റിപ്പോയത്. ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മണിരത്നം മാസ് ഡയറക്ടർ, എ ആർ റഹ്മാൻ മ്യൂസിക് ഡയറക്ടറാണ്, ശ്രീകർ പ്രസാദാണ് എഡിറ്റിംഗ്, രവി കെ ചന്ദ്രനാണ് സിനിമാറ്റോഗ്രാഫി. ഇതിൽ സിനിമാറ്റോഗ്രാഫി നമുക്ക് സിനിമ കണ്ടിറങ്ങി ഈ ഫ്രെയിം ഗംഭീരമാണ്, ഇത് തന്നെ മനസ്സിൽ നിന്നൊരു ഫ്രെയിമാണ്, അങ്ങനെ തോന്നുന്ന ഫ്രെയിമുകളൊന്നും തന്നെയും ഇല്ല. വളരെ യൂഷ്വലായിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. എ ആർ റഹ്മാൻ്റെ മ്യൂസിക് ഒരു പരിധി വരെയൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ നായക എന്നുള്ള സോങ്ങൊക്കെ ഗംഭീരമായിട്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഗംഭീരമായിട്ടുണ്ട്. എന്നാൽ
ചില സ്ഥലങ്ങളിൽ ഒരു ആവശ്യമില്ലാത്തൊരു സോങ് വരികയും ആ സോങ് ഒട്ടും തന്നെയും ഒരു മാച്ച് ആവാത്തതായിട്ടുള്ളൊരു സോങ്ങൊക്കെ ചില സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓക്കേഷ് പെർഫോമൻസാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ തോന്നിയത്. എഡിറ്റിങ്ങിൽ ആക്ഷൻ സീക്വൻസുകളെല്ലാം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ഓവറോൾ ഈ പടം ഒരു ഓക്കെ ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത്. അതായത് വളരെ ഹൈ എക്സ്പെക്റ്റേഷൻ കൂടിയാണ് ഈ പടത്തിന് കയറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി കാലത്തിന് ശേഷം ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാർ ഒരുമിച്ച് വരുന്നു എന്നുള്ളൊരു വലിയ ഫാക്ടറി പടത്തിനുണ്ടായിരുന്നു. പക്ഷേ അതിനോട് നീതി പുലർത്തുന്ന ഒരു ഔട്ട്പുട്ട് ഈ പടത്തിന് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ കുറച്ചും കൂടെ ഒന്ന് ലൈവാക്കാമായിരുന്നു. മണ്ഡലത്തിൻ്റെ ഡിറക്ഷൻ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു അപ്ഡേറ്റഡ് ആക്കിയിട്ട് കുറച്ചുകൂടെ പേസ്ഡ് ഡിറക്ഷൻ ആക്കാമായിരുന്നു. പുള്ളി ഒരു സ്റ്റോറി പറഞ്ഞ രീതി എന്ന് വെച്ചാൽ ഒരു 90s ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളുടെ കഥാ ലൈൻ പോലെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്ന കമലഹാസൻ എന്ന് പറയുന്ന ആക്ടർ ചില സീനുകളെ ഒറ്റയ്ക്ക് പുള്ളിയുടെ പ്രസൻസ് എങ്ങനെ ആ സീനുകളുടെ ഇൻഫ്ലുവൻസ് മാറ്റുന്നു എന്നുള്ളതിന് പല എക്സാമ്പിൾ ഈ പടത്തിൻ്റെ അകത്തുണ്ട്. പക്ഷെ അതല്ലാതെ തഗ് ലൈഫ് എനിക്ക് പ്രതീക്ഷിച്ച അത്ര എന്താ പറയുക, പ്രതീക്ഷ അത്ര ഒരു ക്വാളിറ്റി തന്നില്ല എന്നുള്ളൊരു നിരാശ ഉണ്ട്. എന്തായാലും സിനിമ തിയേറ്ററിലുണ്ട്. നിങ്ങൾ സിനിമകൾ കാണുക, സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കമൻറ്റ്സ് പറയുക, വീഡിയോസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ നിർദ്ദേശവും കമൻറ്റ്സും പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.